ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നയനയും മുത്തശ്ശിനെയും ആദർശിനെയും കാണിച്ചിട്ടാണ് കേട്ടോ. നയന മുത്തശ്ശിന് ഗുളിക എടുത്ത് കൊടുക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ നയന ശ്രദ്ധിക്കുകയാണ്, മുത്തശ്ശൻ സ്ഥിരം കഴിക്കുന്ന മെഡിസിനേക്കാളും ഒരു ഗുളിക എക്സ്ട്രാ ഉള്ളത് കേട്ടോ. അപ്പോൾ നയന ആദർശിനോട് ചോദിക്കുകയാണ്, എന്താ ആദർശേട്ടാ ഈ ഗുളിക എക്സ്ട്രാ, ഈ ഗുളിക ഇതുവരെ ആ മുത്തശ്ശൻ്റെ കയ്യിൽ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയാണ്, അത് അന്ന് മുത്തശ്ശിന് വയ്യാതായപ്പോൾ ഡോക്ടർ എഴുതി തന്ന പുതിയ വിറ്റാമിൻ്റെ മെഡിസിനാന്ന് പറയാൻ കേട്ടോ ആദർശ്. അപ്പം നയന പറയുന്നുണ്ട്, ഇത് വിറ്റാമിൻ്റെ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ, ഇത് വേറെ എന്തിൻ്റെയോന്നൊക്കെ ആദർശിനോട് നയന ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ അവിടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാണ്. കാരണം വീട്ടിലാരോടും മുത്തശ്ശിൻ്റെ അസുഖത്തിനെ ഒത്തിരിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആദർശ് ഇടയ്ക്ക് മുത്തശ്ശിനെ മോൻ നോക്കുന്നുണ്ട്. ചെറിയ പരിങ്ങിനോട് നയനോട് പറയാണ് കേട്ടോ, ഇത് മുത്തശ്ശന് ഡോക്ടർ എഴുതി തന്ന ഗുളിക തന്നെയാണ്, വിറ്റാമിൻ്റെ ഗുളിക തന്നെയാണ്, ഡോക്ടർ കുറിച്ച് തന്നു, ഞാനത് മെഡിക്കൽ ഷോപ്പിലുമായി മേടിച്ചു, ഇതല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ആദർശ് പറഞ്ഞു, ഇത് നീ കൊടുക്ക് മുത്തശ്ശന്, വേറെ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ ആദർശ് നയനോട് പറഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് ആദർശിന് നയനേന് തന്നെയാണ് കേട്ടോ, മുത്തശ്ശനില്ല. അപ്പോൾ നയന ആദർശനോട് ചോദിക്കുകയാണ്, ആദർശേട്ടാ അത് എനിക്ക് ഉറപ്പാണ്, അത് വിറ്റാമിൻ്റെ ഗുളികയൊന്നുമല്ല, നിങ്ങൾ എന്താ എന്നോട് മറിക്കുന്നതെന്നൊക്കെ നയന ആദർശനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ഇപ്പോൾ ചെറിയ പരിപാടികളൊക്കെ പറയാണ്, ഞാൻ എന്ത് മറക്കാൻ, നിന്നോട് എന്തിട്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആദർശ്. അപ്പോൾ നയന പറയാണ്, നിങ്ങളെ എന്തോ എന്നിൽ നിന്ന് മറിക്കുന്നുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. ആദർശ് പറയണേ അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയൊന്നും എടുക്കണമെന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം ആദർശ് നയനോട് പറയാണ്, ഞാൻ ഇതുവരെ ആരോടും പറയാത്ത, നിന്നോട് ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് ആദർശ് കുറച്ച് ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് നയനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന ചോദിക്കുകയാണ്, എന്തിനാ ഇത്ര ബിൽഡപ്പൊക്കെ ഇടുന്നത്, എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യം പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നയന. ആദർശ് താങ്ക് യു എന്ന് പറയാൻ കേട്ടോ. അപ്പം നയന വിചാരിക്കുകയാണ്, നയന പറയാണ്, നിങ്ങളുടെ സ്വഭാവം എന്താ ആദർശേട്ടാ ഇങ്ങനെ, ചില നേരത്തെ ചൂടാവും, ചില നേരത്ത് സോറി പറയും, ചില നേരത്ത് ഹാപ്പി ആവും, ചില നേരത്തെ എന്നോട് താങ്ക് യു പറയും, ഇതെന്താ ഇങ്ങനെ, ചില നേരത്താണെങ്കിൽ എന്നെ ഇറക്കി വിടുക വരെ ചെയ്യും എന്നൊക്കെ നയന ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയാണ്, അത് എൻ്റെ കുറേ ടെൻഷനുകൾ കൊണ്ടൊക്കെയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ആദർശ്. നയന ചോദിക്കുകയാണ്, ഞാനേ ഇതൊക്കെ കേൾക്കാനായിട്ട് ഒരാളും കൂടി വിളിക്കാന്നൊക്കെ പറയാൻ കേട്ടോ നയന. അപ്പോൾ ആദർശ് പറയണ, ആര് വിളിക്കും നീ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, മുത്തശ്ശിനെ വിളിക്കാൻ പോവാന്ന് പറയാൻ കേട്ടോ നയന. ആദർശ് പറയണേ, മുത്തശ്ശിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കുറച്ചുകൂടി സമയം വേണം, നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ആദർശ്. നയന പറയാണ്, എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലാവാത്ത കാരണമല്ലേ എന്നൊക്കെ നയനി പറയുന്നുണ്ട് കേട്ടോ. ആദർശ് പറയണേ, ഇനി തർക്കൊന്നും വേണ്ട, നമുക്ക് കിടക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അപ്പൊ നയന പറയണ, നമുക്ക് കിടക്കാം എന്ന് പറയാൻ കേട്ടോ നയന. അതിനുശേഷം അവർക്ക് എടുക്കാണ്, അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കി കിടക്കുന്നൊക്കെ ഒരു രംഗം കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ ആയിട്ടാണ് കേട്ടോ. ജലജ ഇങ്ങനെ തല പോഞ്ഞ് ആലോചിച്ച് നടക്കുക, നയനക്കിട്ട് കുറെ നാളെ പണി കൊടുത്തിട്ട് എന്ത് പണിയാണ് നയനയ്ക്ക് കൊടുക്കാന്നൊക്കെ ജലജ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴായിരിക്കും നയന 2 കോഫി ആയിട്ട് പോകുന്നത് കാണുന്നു കേട്ടോ. അപ്പം ജലജ നയനനെ വിളിക്കുകയാണ്, നീ അങ്ങോട്ടെ കോഫിയും കൊണ്ട് പോകുന്നത്, എനിക്കൊരു ചൂട് കോഫി താ, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, തല ഇപ്പോൾ വെട്ടിപ്പൊഴിയും, അത് കാരണം നീ ഈ കോഫി എനിക്ക് താന്ന് പറയാണ് കേട്ടോ ജലജ. അപ്പം നയന പറയാണ്, ഇത് തരില്ല, ഇത് ചെറിയമ്മയ്ക്കും കൊച്ചച്ഛനുള്ളതാണെന്ന് പറയാണ് നയനാട്ടാ. അപ്പോൾ ജലജ പറയാണ്, എനിക്ക് തന്നിട്ട് നീ അവർക്ക് കൊടുത്താൽ മതി എന്ന് ജലജ പറയാൻ കേട്ടോ. ജലജ അങ്ങനെ പറയുമ്പോൾ നയന പറയാണ്, ഇല്ല, ഈ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം, എന്നാലേ ഈ കുടുംബം നന്നായി മുന്നോട്ട് പോകുന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. ജലജ പറയാണ്, നീ എന്നെ വരെ തളർത്ത് സംസാരിക്കാറായോടി, നിനക്ക് പണ്ടുണ്ടായിരുന്ന ബഹുമാനമൊക്കെ പോയി എന്നോടുള്ളത്, നീ ഇപ്പം എന്നോട് വരെ കയർത്ത് സംസാരിച്ചിറങ്ങിയെന്നൊക്കെ ജലജ നയനോട് പറയാൻ കേട്ടോ. അപ്പൊ നയന പറയാണ്, ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല, എന്നെ സംസാരിപ്പിക്കുന്നതാണ്, ഈ ചായ എന്തായാലും നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ചെറിയമ്മയ്ക്കും കൊച്ചച്ഛനും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ ചായ ഇട്ട് തരാമെന്ന് നയന ജലജയോട് പറയുന്നുണ്ട് കേട്ടോ. ജലജ പറ്റില്ല, എനിക്ക് ഈ ചായ തന്നെ വേണം, ഈ ചായ എനിക്ക് തന്നാൽ എന്താന്നൊക്കെ ജലജ ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയാണ്, ഇത് ചെറിയമ്മയ്ക്കും കൊച്ചച്ഛനും എടുത്താണ് ഞാൻ, അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ നയന. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നവ്യ കേൾക്കുന്നുണ്ട് കേട്ടോ. നവ്യ ഇങ്ങനെ മനസ്സിൽ പറയുന്നൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് ഇവളുടെ ചായ മാത്രമേ പിടിക്കൂ, ഞാൻ ചെല്ലട്ടെ കേട്, അമ്മയ്ക്ക് ഞാൻ ചായ ഇട്ട് കൊടുക്കുന്നൊക്കെ വിചാരിക്കാണ് കേട്ടോ നവ്യ. അപ്പോൾ
അപ്പോൾ നവ്യ ജലജരെയും നയനയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് നവ്യ പറയാന്ന് ജലജയോട്, ഞാൻ അമ്മയ്ക്ക് ചായ ഇട്ട് തരാം, അമ്മയുടെ മരുമോളല്ലേ ഞാൻ, എൻ്റെ അമ്മായിമ്മയ്ക്ക് എനിക്ക് ചായ ഇട്ട് തരാൻ അറിയാം, ഇവളുടെ സഹായം ഒന്നും ആവശ്യമില്ല എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കേട്ടോ ജലജയോട്. ജലജ പറയുകയാണെങ്കിൽ എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ട, എന്നിട്ട് വേണം നീ വരെ എന്നെ അടിമയായിട്ട് എടുക്കാൻ, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരുടെ അടിമയാണ് ഞാൻ എന്നൊക്കെ ജലജ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. നവ്യ പറയണേ, ഇല്ല എൻ്റെ അമ്മായിമ്മയ്ക്ക് ചായ ഇട്ട് തരാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ ചായ ഇട്ട് കൊണ്ടുവരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നവ്യ. അപ്പൊ ജലജ പറയണേ, അവിടെ നിൽക്കും, എനിക്ക് നയനയുടെ ചായ തന്നെ മതി എന്ന് പറയാണ് കേട്ടോ ജലജ. അപ്പൊ നയന പറയാണ്, ഞാൻ ഈ കോഫി ചെറിയമ്മയ്ക്കും കൊച്ചച്ഛനും കൊണ്ട് കൊടുത്തിട്ട് ജലജയ്ക്ക് വേറെ ചായ ഇട്ട് തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയന. ജലജ സമ്മതിക്കുന്നില്ലെങ്കിലും നയന പോവാണ് കേട്ടോ അകത്തുനിന്ന് ചായയും കൊണ്ട്. അങ്ങനെ അപ്പൊ എന്നിട്ട് അതിന് ശേഷം നവ്യയും ജലജയും സംസാരിക്കായിരിക്കും കേട്ടോ. നവ്യ പറയാണ്, അമ്മയ്ക്ക് ഞാൻ ചായ ഇട്ട് തരില്ലേ, അവൾ ഇടുന്നതിനേക്കാളും നല്ല ചായയാണ് ഞാൻ ഇടാറ്, വീട്ടിൽ ചായ വെക്കാനൊക്കെ എനിക്ക് അറിയാന്ന് പറയാൻ കേട്ടോ നവ്യ ജലജയോട്. ജലജ പറയാനോ, വേണ്ട, നിനക്ക് എന്തെങ്കിലും പാചകം അറിയോ, പാചകം എന്താണ്, ഒരു ചായ വെക്കാൻ പോലും നിനക്ക് അറിയില്ല എന്ന് എനിക്കറിയാം, നീ എനിക്ക് ചായ ഒന്നും ഇട്ട് തരണ്ട, നിന്റെ ചായ കുടിച്ചിട്ട് എനിക്ക് വല്ല അസുഖവും വരും, അത് കാരണം എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ട, നയന എനിക്ക് ചായ ഇട്ട് തന്നോളെന്നൊക്കെ ജലജ പറയുന്നുണ്ട് കേട്ടോ നവ്യോട്. നവ്യ പറയണേ, പിന്നെ അവരുടെ ചായയേക്കാളും നല്ല ചായയാണ് എൻ്റെ ചായ എന്നൊക്കെ നവ്യം പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നയന ജാനകിയോട് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ കാണിക്കാം. അപ്പോൾ നയന ഇപ്പൊ ജാനകിയോട് പറയാണ്, ജലജ അമ്മായും എന്നോട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എന്നോട് ചെറിയമ്മയ്ക്കുള്ള ചായ തന്നെ വേണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ എന്നോട് മെക്കിട്ട് കയറി എന്നൊക്കെ നയന ജാനകിയോട് പറയുന്നുണ്ട് കേട്ടോ. ജാനകി പറയാണ്, അതൊന്നും സാരില്ല മോളെ, നീ അവൾക്ക് പോയിട്ട് ചായ ഇട്ട് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജാനകി നയനോട്. അപ്പൊ നയന പറയാണ്, നിങ്ങൾക്ക് ചായ കൊണ്ടു തന്നിട്ട് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല എന്നൊക്കെ പറയണം. എന്നിട്ട് ഞാൻ ജലജാപ്പച്ചിയെ കയർത്ത് സംസാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ് കേട്ടോ നയന. എന്നിട്ട് നയന ജാനകിയുടെ അടുത്തുനിന്ന് പോവാണ് കേട്ടോ. അതിനുശേഷം നവ്യ അതിനെ മനസ്സിൽ വിചാരിക്കുകയായിരിക്കും കേട്ടോ, എല്ലാവർക്കും ഇവിടെ നയനെ മാത്രം മതി, അവളിവിടെ മഹാറാണിയെ പോലെ വാഴാണ്, മൂത്ത മരുമകൾ എന്ന സ്ഥാനത്ത് അവിടെ കിടന്ന് വിലസാണെന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴായിരിക്കും ജലജ അവിടെ ഇരിക്കുമ്പോ നയന ചായ കൊണ്ടുവരിക. അപ്പൊ കോഫി കൊണ്ട് കൊടുക്കുമ്പോ ഇങ്ങനെ കോഫി ജലജ എടുത്തിട്ട് പറയാണ്, നിനക്ക് ഈ ഒരു കോഫി തരാനായിരുന്നില്ല ഇത്ര നേരം, നീ എന്തായിരുന്നു ചെയ്യണ്ടായിരുന്നത്, ഞാൻ കോഫി ചോദിച്ചിട്ട് കുറെ നേരം ആയല്ലോ, നീ അവർക്ക് കോഫി കൊടുത്ത് വന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ട് എനിക്കിപ്പോ തരുന്നതെന്നൊക്കെ ജലജ നയനയുടെ മക്കിട്ട് കയറി ചോദിക്കുന്നുണ്ട്. അപ്പൊ നയന പറയാണ്, ഞാൻ കൊടുത്ത അപ്പൊ തന്നെ വന്നത് ഉണ്ടാക്കിയതാണ്, ജലജാപ്പച്ചി കുടിക്കുന്നൊക്കെ പറയാണ് കേട്ടോ നയന. അപ്പം ജലജ അപ്പൊ ചായ ഇങ്ങനെ ഇരുന്ന് നയന ചോദിക്കുമ്പോ പറയാണ്, ചായ കൊള്ളൂല, എന്നത്തെ പോലെ തന്നെ നല്ല ഊള കാപ്പി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലജ നയനോട്. നയന പറയണ, ഓ ശരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയന. എന്നിട്ട് ആ നയന പോവാണ്. അപ്പോ ജലജയുടെ മനസ്സിലുണ്ട് കേട്ടോ, നല്ല കാപ്പിയാന്നൊക്കെ ഉണ്ട് കേട്ടോ മനസ്സില്.